ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേൺ വൈസിന്റെ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ കേട്ടോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സ്കൂളൊക്കെ തുറന്നപ്പോ ചെറിയൊരു ലാഗ് വന്നു. പഠിക്കാനാണെങ്കിലും ചെറിയൊരു ലാഗ് വന്നിരുന്നു. എന്നാലും എക്സാമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ക്വസ്റ്റ്യൻസുകളും അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈം മാനേജ്മെന്റ് മാത്രം ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ എത്തുമ്പോഴേക്കും ഏകദേശം സമയത്തിനോട് അടുത്തായിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് സാധിച്ചു. ഞാൻ കൂടുതലും വീഡിയോ ക്ലാസ്സുകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കാരണം എനിക്കത് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അതിൽ നിന്നും കിട്ടുന്ന നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് വീഡിയോ ക്ലാസ്സിൽ അവർ പറഞ്ഞു തരുന്ന വീഡിയോസ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരുന്നു. അങ്ങനെ PYQനെ അപേക്ഷിച്ച് ഞാൻ PYQ നോക്കാതിരുന്നിട്ടില്ല. PYQ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒപ്പം ഈ വീഡിയോ ക്ലാസ്സുകളും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ എക്സാം വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് MHI 110 അത് ഇത്തിരി ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. അതായത് ക്വസ്റ്റ്യൻസ് ഞാൻ ചിലപ്പോൾ പഠിക്കാഞ്ഞിട്ടാവാം. പക്ഷെ എന്നാലും അറ്റൻഡ് ചെയ്തു. എന്നാലും എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ പക്ഷെ ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. PG കഴിഞ്ഞ ഇനിയിപ്പോ ഇഗ്നുവിന്റെ B.Ed കൂടി എടുക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷെ ഇതിനെ കൊണ്ട് ആവോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഇപ്പൊ തന്നെ ഞാൻ ടീച്ചറാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇനി വീണ്ടും B.Ed എടുക്കുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നോക്കാം.